ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നല്ല സൂപ്പർ ഹിറ്റ് വിശേഷം തന്നെയാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് തുടങ്ങാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഇവിടെ ശ്യാം സാറിനെയാണ്. അപ്പോൾ ശ്യാം സാർ ഇങ്ങനെ പത്രം ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ നന്ദിനി അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ചായയും കൊണ്ട് വന്നു. ശ്യാമേട്ട എന്ന് പറഞ്ഞ ശ്യാമിന് ചായ കൊടുത്തു. ഈ സമയത്ത് ഫോൺ ബില്ലടിക്കുകയാണ്. അപ്പോൾ അതേ ഗൗരിയുടെ ഫോൺ വന്നപ്പോഴത്തേനും ഭയങ്കര സന്തോഷത്തിൽ ഗൗരിയാ എന്ന് പറഞ്ഞ് നന്ദിനി അമ്മ ഫോൺ എടുക്കുകയാണ്. മോളെ ഗൗരി, അമ്മേ അച്ഛൻ അവിടെ ഇല്ലേ? ഉണ്ടല്ലോ. എന്താ മോളെ? അമ്മേ അച്ഛന് ഫോണൊന്ന് കൊടുക്കോ എന്ന് ചോദിച്ചോ. എന്താ മോളെ, എന്താ നിൻ്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നത്? എന്തേ, സുഖമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ. അമ്മ ഫോണൊന്ന് കൊടുക്ക്. അല്ല, എന്തോ പ്രശ്നമുണ്ട്. എന്താ മോളെ? അമ്മ ഫോൺ അച്ഛനൊന്ന് കൊടുക്ക് പ്ലീസ് അമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം നന്ദിനി ഫോൺ ശ്യാമിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ശ്യാം വാങ്ങിച്ചു. ഹലോ മോളെ, പറ എന്താ മോളെ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഗൗരി കരയാൻ തുടങ്ങി. ഗൗരി, അതെ അച്ഛാ, ഞാൻ തോറ്റുപോയി അച്ഛാ, ഞാൻ തോറ്റുപോയി. എല്ലാവർക്കും മുന്നിലും ഞാൻ തോറ്റുപോയി. കമലയിടത്തി ദേ ആ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചു. അവർ കേസ് പിൻവലിക്കാൻ പോയിരിക്കുക. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടും ഏട്ടത്തിക്ക് എങ്ങനെ ഇത് മറക്കാൻ കഴിയുന്നു? എനിക്കത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ആരും തിരുത്തപ്പെട്ടില്ല. പിന്നെ ഞാൻ ഒറ്റപ്പെടുകയും ചെയ്തു. തെറ്റല്ലാതായി മാറി. ഞാൻ മാത്രം തനിച്ചായി പോയി അച്ഛാ എന്ന് പറഞ്ഞു. അതെ, ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർ എന്നും സത്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നവർ അവരെപ്പോഴും തോറ്റു പോകുന്നത് എന്താ അച്ഛാ? അച്ഛൻ എന്താ ഇങ്ങനെ നമ്മൾ എന്ന് ചോദിച്ചു. മോളെ ഗൗരി, ആരാ പറഞ്ഞത് നമ്മൾ തോറ്റുപോയെന്ന്? ഒരിക്കലും തോറ്റുപോയിട്ടില്ല. നീ വിഷമിക്കാതെ. നീ സത്യത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. നീ അതിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതിലല്ല പ്രസക്തി. കുറച്ചു നേരമാണെങ്കിലും സത്യം ജയിക്കാനായിട്ട് നിന്നാൽ കഴിയുന്ന വിധത്തിൽ നീ പരിശ്രമിച്ചില്ലേ? അത് തന്നെ ധാരാളാട്ടോ. അതൊരു ചെറിയ കാര്യമേ അല്ല. നീ അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടേ ഇല്ല. നിന്റെ മുന്നിൽ അല്ലെങ്കിൽ നിന്റെ നിലപാടിൽ നീ ഉറച്ചു നിൽക്കണം. നീ ഒന്ന് ഓർത്ത് നോക്കുമോളെ. ദേ ഒരു കാര്യം പറയട്ടെ, സത്യത്തിൻ്റെ പാതയിൽ പിന്തുടരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് വിജയിക്കുക തന്നെ ചെയ്യും. ഇന്ന് നിന്നെ ആരൊക്കെ കുറ്റപ്പെടുത്തുന്നോ നീ ശരിയായിരുന്നു എന്ന് കാലം അവരെ ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കും. അച്ഛനത് ഉറപ്പാ. തോറ്റുപോയി എന്ന് തോന്നിയ ഒരു മാനസികാവസ്ഥയിലാട്ടോ അച്ഛാ ഞാൻ അച്ഛനെ വിളിച്ചത്. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടു എന്താണെന്നറിയോ? ഞാൻ തോറ്റുപോയിട്ടില്ല. അച്ഛനോട് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലെ പേടിയും സങ്കടവും ഒക്കെ പോയി. ഇപ്പം എൻ്റെ മനസ്സിൽ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക്സ് അച്ഛാ. മോളെ, നീ സ്വീകരിച്ച വഴി നീ മുന്നോട്ടും നല്ല വിഷമം നിറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് പക്ഷേ നിനക്ക് പേടിയേ വേണ്ട. ഉറച്ച മനസ്സോടെ സത്യത്തിന് വേണ്ടി നീ പോരാടിക്കോ. ധൈര്യമായിട്ട് നിന്നോ. ഇന്നല്ലെങ്കിൽ നാളെ നീ വിജയിക്കുക തന്നെ ചെയ്യും. അച്ഛൻ നൽകുന്ന ഈ പിന്തുണയാ എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതിനുള്ള ഊർജം, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു വെച്ചാ. അപ്പോൾ ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ കാണുന്നത് സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശങ്കർ അവിടെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും രാധാമണിയും ശേഖരനും കമലയും മഹാദേവനും പിള്ളച്ചേട്ടനും എല്ലാവരോടും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. വേണിമോളും ഉണ്ട് കേട്ടോ. അപ്പോൾ മഹാദേവൻ വന്നുണ്ടേ തന്നെ, എടാ കുട്ടിശങ്കര, നമ്മുടെ മരുമോൻ ഇവിടെ ആദർശ് വേണിമോളെ കൊണ്ടാക്കിയിട്ട് ഇവിടെ കാണാനില്ലല്ലോ. വേണിമോളെ ഇവിടെ ആക്കിയിട്ട് അപ്പം തന്നെ അളിയൻസ് പോയി. ഞാനാ പറഞ്ഞത് പൊക്കോളാൻ. അളിയൻസോട് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഹോ, ഒരു കണക്കിനത് നന്നായി. എന്തായാലും എടോ പിള്ളേ, എന്താണാവോ പിള്ളേ, നമ്മുടെ വണ്ടിയിൽ വേണിമോളെ തിരുവനന്തപുരത്തേക്ക് ആക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണം. ഞാനേ ഒരു കുറച്ച് തിരക്കിലായിപ്പോയി. അത് ഞാൻ നോക്കിക്കോളാം. ഇദ്ദേഹത്തിന് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തന്നെ വേണി ഇങ്ങനെ നിന്നിട്ട് നേരെ രാധാമണിയുടെ അടുത്തേക്ക് തിരിയുക. അമ്മേ, ഞാൻ തിരിച്ചു പോകുന്നതിന് മുന്നേ ആയിട്ട് അമ്മയോട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഇപ്പം എല്ലാ പ്രശ്നങ്ങളും ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം അവസാനിച്ചതാ. അതമ്മ മനസ്സിലാക്കണം കേട്ടോ. എന്നും ഇങ്ങനെ ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കല്ല. അമ്മയായിട്ട് ഇനി ഒരു പ്രശ്നവും തുടങ്ങി വയ്ക്കരുത്. അമ്മയോടാ ഞാൻ ഈ പറയണത്. അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? അച്ഛാ, ദേ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പം ഞാനത് അങ്ങോട്ടേക്ക് സ്കൂട്ടാകുക കേട്ടോ. പോയിട്ട് വാ മോളെ എന്ന് പറഞ്ഞു. അമ്മേ, ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത് കേട്ടോ. ഇല്ല, നീ സമാധാനമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ശേഖരേട്ടാ, ദേ
ശേഖരനോട് കൂടിയാ ഞാനീ പറയണ കേട്ടോ എന്ന് പറഞ്ഞ അവനൊരു ചിരിയൊക്കെ ചിരിച്ച് ഒരാക്കിയ മട്ടിലാണ് ശേഖരൻ്റെ നിപ്പ്. പണി കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു ഭാവമുണ്ട് ആ മുഖത്ത്. അപ്പോൾ വേണി പറയാണ്, പിള്ളച്ചേട്ടാ വായോ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളച്ചേട്ടനും അതുപോലെ തന്നെ ശങ്കരനും വേണിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ വേണി യാത്രയാക്കാനായിട്ട് ഇവരെല്ലാവരും ശങ്കരനും അതുപോലെ തന്നെ പിള്ളച്ചേട്ടനോട് കൂടെ ചെന്നു കേട്ടോ. വേണി ഒന്ന് തിരിഞ്ഞു നോക്കി എല്ലാവരെയും. അപ്പോൾ രാധാമണി അത് കഴിഞ്ഞിട്ട് വലിയ വെല്ലുവിളി നടത്തുകയാണ്. എന്നെ ഈ രാധാമണി തങ്കച്ചിയെ ഈ പോലീസ് സ്റ്റേഷനിൽ വരുത്താൻ ആ പ്രൊഫസറുടെ മോൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം എൻ്റെ മരണം വരെ ഞാൻ മറക്കില്ല. അവളോട് ഞാൻ ക്ഷമിക്കുകയില്ല. മിണ്ടാതിരിടി രാധേ. അതെ, കേസൊക്കെ പിൻവലിച്ചാലുണ്ടല്ലോ, കേസൊക്കെ റെക്കോർഡിങ്ങിലാണ്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? കുറച്ച് നാളത്തേക്ക് എല്ലാവരും ഒന്ന് അടങ്ങിയിരിക്കുക, അതാ എല്ലാവർക്കും നല്ലത് എന്ന് മഹാദേവൻ പറയാണ്. അതെ, രാധയും ശേഖരനും ഞാൻ പറയണത് മനസ്സിലാകുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേട്ടോടാ എന്ന് ചോദിച്ചു. വെറുതെ പുലിവാല് പിടിക്കാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. മനസ്സിലായോ രണ്ട് പോത്തുകൾക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ കമല ഇതെല്ലാം കേട്ടിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മഹാദേവൻ അങ്ങോട്ടേക്ക് പോയി. ആരൊക്കെ അടങ്ങി നിന്നാലും ഈ ചാരങ്ങാട്ട് മഹാദേവന്റെ ഭാര്യ ഈ രാധാമണി തങ്കച്ചി അടങ്ങിയിരിക്കില്ല. ഒരിക്കലും ഞാൻ അടങ്ങിയിരിക്കില്ല. നമ്മൾ അനുഭവിച്ചതിൻ്റെ 100 ഇരട്ടി അവളെ ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ കമല ആകെ ഇത് വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീരിന് പകരം ഇനി രക്തം വരുമെന്ന് ഞാൻ ഒരിക്കൽ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വരുത്തുക തന്നെ ഞാൻ ചെയ്യും. ഇന്ന് ഞാൻ അവൾക്ക് കാണിച്ചു തന്നെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മകളുടെ അഭിമാനം തകർന്ന് തരിപ്പണമാകും. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാലേ എൻ്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടുള്ളൂ. അമ്മേ, അല്ല അമ്മ ഇപ്പം എന്ത് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു ഉടനെ ശേഖരൻ. അപ്പോൾ അതേ കമലയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. വേഗം പറയാൻ വന്നപ്പോഴത്തേനും, എടാ മോനെ, പറഞ്ഞിട്ട് അതിൻ്റെ സുഖം അങ്ങ് പോടാ. അതിൻ്റെ ഒരു രസമില്ലാതായി പോവില്ലേ? നേരിട്ട് കണ്ട് അതങ്ങ് മനസ്സിലാക്കുക, അതാ നല്ലത് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് ഇവർ 3 പേരും. പിന്നെ കാണുന്നത് വേണീനെയാണ്. അപ്പോൾ വേണി ഇതേണ്ട ശങ്കറിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുകയാണ്. ഏട്ടാ, ഗൗരിയോട് പറയണം കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ അവസാനിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തതെന്നും അവളോട് പറയണം കേട്ടോ. അത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഗൗരിക്കത് മനസ്സിലായിക്കോളും. അത് കുഴപ്പമില്ല മോളെ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പക്ഷേ ആവശ്യമില്ലാണ്ട് ഇന്ന് അച്ഛൻ ഗൗരിയുടെ പേരവിടെ വലിച്ചഴിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. സാരമില്ല ഏട്ടാ, അത് വിട്ടുകളാ. കാര്യം ഭംഗിയായിട്ട് അവസാനിച്ചല്ലോ, നമുക്കത് മതി. പിന്നെണ്ടല്ലോ ഏട്ടാ, സത്യത്തിൽ ഇവിടെ പെട്ടുപോയത് ആരാ? നമ്മൾ 2 പേരും അല്ലേ ഏട്ടാ? എന്താ, നമ്മുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ കേസ് വന്നു. പിന്നെ ഗൗരിയാണ് നിർബന്ധിച്ച് കേസ് കൊടുപ്പിച്ചത്. ആ കേസിൻ്റെ ഭാഗമായി അമ്മയും ശേഖരനെയും ജയിലിടാൻ നോക്കി. അത്രയും മാത്രമേ ഇവർ ചിന്തിക്കുള്ളൂ. അത് മാത്രം. അതിനപ്പം എന്തൊക്കെയാണെന്ന് നമ്മുടെ വീട്ടുകാരൊന്നും ആലോചിക്കുകയില്ല ഏട്ടാ. എൻ്റെയും ഏട്ടൻ്റെ അവസ്ഥ എന്തിട്ടാണെന്ന് പോലും ഇവിടെ ആരും ആലോചിക്കണില്ല. എന്ത് ചെയ്യാനാ? ഏട്ടൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗൗരിയുടെ കൂടെ നിൽക്കണമെന്ന് ഏട്ടന് നന്നായി ആഗ്രഹമുണ്ട്. പക്ഷേ ഏട്ടന് അവളുടെ ഒപ്പം നിൽക്കാൻ കഴിയുന്നതേയില്ല. അതേ അവസ്ഥ ഏട്ടാ എനിക്കും. എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ കേട്ടോ. എനിക്ക് ഈ കേസ് അങ്ങ് കത്തിക്കേറിപ്പോയാലേ എന്തൊക്കെ പുലിവാല ഉണ്ടാകുക ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രൊഫസറുടെ വീട്ടിലുണ്ടല്ലോ, പിന്നീട് ഞാനങ്ങ് ഒറ്റപ്പെട്ടു പോകും ഏട്ടാ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ആദർശേട്ടനും ഞാനും തമ്മിൽ അകന്നു പോകും. അതെ, ഗൗരിയുടെ ഏട്ടൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. അതും എനിക്കറിയാം, നമ്മുടെ അതേ അവസ്ഥ. അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കേട്ടോ ഏട്ടാ ഞാനിതൊക്കെ ചെയ്തത്. ഒന്നും ആരോടും തുറന്നു പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഏട്ടൻ അനുഭവിക്കുന്ന വിഷമം എന്താണെന്നും സങ്കടം എന്താണെന്നും എനിക്ക് മനസ്സിലാവും കേട്ടോ. ഏട്ടൻ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ നിങ്ങളുടെ കൂടപ്പിറപ്പല്ലേ ഏട്ടാ, ഒരേ വയറ്റിൽ നിന്ന് വന്നവരല്ലേ നമ്മൾ എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കർ ഇങ്ങനെ നോക്കുകയാണ് വേണീനെ. അതെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്കാ പരസ്പരം മനസ്സിലാകുക? വേണിമോളെ, നീ വന്നില്ലെങ്കിലുണ്ടല്ലോ ഈ പ്രശ്നം അവസാനിക്കില്ലായിരുന്നു മോളെ, ഒരിക്കലും അവസാനിക്കില്ലായിരുന്നു. വാ എന്ന് പറഞ്ഞ വേഗം വേണീനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആകെ സെൻറ്റിമെൻ്റ് ആയി കേട്ടോ 2 പേരും. ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് വേഗം വേണി എഴുന്നേറ്റിട്ട്, ഏട്ടാ വേണ്ട കേട്ടോ, വെറുതെ സെൻറ്റി ആവണ്ട കേട്ടോ. അപ്പോഴേ ഞാനങ്ങ് സ്കൂട്ടാകുക കേട്ടോ.
ഏട്ടാ ശരി ഏട്ടാ പോട്ടെ എന്ന് പറഞ്ഞ് വേണിമോള് വണ്ടിയിലേക്ക് കയറാൻ പോയി. എന്നിട്ട് പിന്നെയും തിരിച്ചു വരികയാണ്. ഏട്ടാ എനിക്ക് ഏട്ടനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ഏട്ടന് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അതെ, ഗൗരിയാണ് ഇപ്പം എല്ലാവരുടെയും ശത്രുപക്ഷത്ത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗൗരിക്ക് 8ന്റെ പണി നമ്മുടെ വീട്ടുകാർ കൊടുക്കാൻ എല്ലാ ചാൻസ് ഉണ്ട്. എന്തൊക്കെയായാലും നമുക്കറിഞ്ഞൂടെ നമ്മുടെ അമ്മേനെയും ചേട്ടനെയും. അതുകൊണ്ട് ഏട്ടനെ ശ്രദ്ധിക്കണം കേട്ടോ. ഗൗരിയുടെ കാര്യത്തിൽ ഏട്ടൻ വേണം നല്ല ശ്രദ്ധ പുലർത്താനായിട്ട്. അവർ എന്ത് പണി കൊടുക്കാനും മടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. ഏട്ടന് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ, സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എന്നാൽ പോട്ടെ ഏട്ടാ എന്ന് പറഞ്ഞ വേണി അങ്ങോട്ടേക്ക് യാത്രയാകുകയാണ് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ പിള്ളച്ചേട്ടൻ അങ്ങ് കൊണ്ടുപോകാനായിട്ട് പോവാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിനെയും നന്ദിനി അമ്മേനെയാണ്. നന്ദിനി അമ്മ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്താടോ താൻ എന്താ ടെൻഷൻ അടിച്ച പോലെ ഇരിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതൊന്നുമല്ല, എന്തോ ഉണ്ട്. എൻ്റെ പൊന്നു ശ്യാമേട്ടൻ വെറുതെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഗൗരിയുടെ ജീവിതം നിങ്ങൾ അവതാളത്തിലാക്കരുത്. അപ്പോൾ തന്നെ മുഖം വല്ലാണ്ടിരിക്കുന്നതിന് കാരണം അതായിരുന്നു അല്ലേ നന്ദിനി? ഒരു കുടുംബമാവുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിരിക്കണമെങ്കിൽ പലതും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കേണ്ടി വരും. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വച്ച് ഇത്രയും കാലം ചാരങ്ങാട്ടുകാർ ചെയ്ത പല വൃത്തികേടുകളും ഞാനും എൻ്റെ മകളും ക്ഷമിച്ചില്ലേ? എന്നിട്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? എപ്പോഴെങ്കിലും അവരവരുടെ തെറ്റ് തിരിച്ചറിഞ്ഞോ? സ്വയം തിരുത്താൻ തയ്യാറായോ? ഇല്ലല്ലോ. ശ്യാമേട്ട പുസ്തകത്തിൽ വായിക്കുന്നത് പോലല്ല ജീവിതം. അതാദ്യം മനസ്സിലാക്ക്. ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് പല വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. എല്ലാ കുടുംബവും അങ്ങനെയാ മുന്നോട്ട് പോണത്. താൻ പറഞ്ഞില്ലേ ബന്ധങ്ങൾ നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ പലതും ചെയ്യേണ്ടി വരുമെന്ന്. നമ്മളീ കാണുന്ന വിട്ടുവീഴ്ചകളൊക്കെ ചാരങ്ങാട്ടുകാർ എന്താ നമ്മളെ തോറ്റുപോയതായിട്ടാണ് കാണുന്നത്. ഗൗരി ചാരങ്ങാട്ട് വീട്ടിൽ സന്തോഷമായിട്ടും സമാധാനമായിട്ടും കഴിയണം. അത്രമാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ മോള് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതല്ല, അവൾ ചാരങ്ങാട്ടുകാരുടെ അടിമയായിട്ട് ജീവിക്കുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഒരു കുടുംബത്തിലെ ചിട്ടയെ അനുസരിച്ച് മരുമകൾ പൊരുത്തപ്പെട്ട് ജീവിക്കണം. അതല്ലേ ഏത് വീട്ടിൽ നടക്കുന്നത്? അതെ എടോ എൻ്റെ പൊന്ന് നന്ദിനി, ചാരങ്ങാട്ടുകാരുടെ രീതി ഞാൻ പറയാതെ തന്നെ തനിക്കറിയാലോ. അവരോട് പൊരുത്തപ്പെടാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചാരങ്ങാട്ടുകാരെ തിരുത്താൻ ശ്രമിച്ച ഗൗരിക്ക് പിന്നെ അവിടെ ജീവിക്കാൻ കഴിയുമോ ശ്യാമേട്ടാ? ശങ്കർ അവൾക്കൊപ്പം ഉണ്ടോ കാലം നമ്മുടെ മോക്ക് ഒരു കുഴപ്പവും വരില്ല. ഗൗരി അവൻ്റെ വീട്ടുകാരെ എതിർക്കുന്നത് ശങ്കറിന് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ ആരതി ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഏത് പ്രതിസന്ധിയിലും ശങ്കർ ഒപ്പം ഉണ്ട് എങ്കിൽ ഒരു കാരണവശാലും ഗൗരി തോറ്റുപോവില്ല. അവൻ എന്താണെങ്കിലും ഗൗരി ഉപേക്ഷിക്കില്ല. അതെനിക്ക് ഉറപ്പായ കാര്യമാണ്. എന്തിനും ഏതിനും ഗൗരിക്കൊപ്പം ശങ്കർ ഉണ്ടാവുക തന്നെ ചെയ്യുന്നതിന് അത് മനസ്സിലാക്കാം. ശ്യാമേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതൊക്കെ കേട്ടിട്ടും ഒരു സമാധാനം ഉണ്ടാകുന്നതേയില്ല. ആകെ വിഷമാണ് എനിക്ക് തോന്നുന്നത്. പെൺകുട്ടികളെല്ലാം കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും അനുസരിച്ച് നിൽക്കുന്ന വെറും പാവകൾ മാത്രമായി ജീവിക്കണം എന്നല്ല മാതാപിതാക്കൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. ശരിയാണ് എന്ന് 100% ഉറപ്പുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പ്രതികരിക്കണം. അതിന് വേണ്ടി എന്ത് സംഭവിച്ചാലും നിനക്ക് ഞങ്ങളുണ്ട് എന്ന ധൈര്യമായിരിക്കണം. ഓരോ പെൺമക്കൾക്കും നമ്മളെ പെൺമക്കൾക്ക് മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മൾ ധൈര്യം നൽകിക്കൊണ്ടേയിരിക്കണം. ആ ധൈര്യമാണ് ഞാൻ ഗൗരിക്ക് നൽകിയത്. അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ശ്യാം സാറ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് ആരതി അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് നമ്മുടെ ശ്യാം സാർ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ആരതി നേരെ നന്ദിനി അമ്മയുടെ അടുത്തേക്ക് ചെല്ലാം. അമ്മേ, അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടു. കറക്റ്റ് പോയിട്ടാട്ടോ അച്ഛൻ പറഞ്ഞത്. ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും സന്തോഷത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ് മരുമോള് എന്ന് അമ്മയുടെ ആ ഓൾഡ് ചിന്താഗതി ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിപ്പിടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഇതാ കുഴപ്പം. ആര് പറയുന്നു എന്നല്ല, അതെ എന്ത് പറയുന്നതിൽ പോയിന്റ് ഉണ്ടോ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതൊക്കെ നിൽക്ക്. നീ ഇത്രയും നേരം എന്താ ലേറ്റായത്? പറ. അപ്പോൾ വേഗം പെപ്പ വെക്കുകയാണ്. അതെ ഞാനും രേഷ്മയും കൂടി കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. നിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ആണെന്നാണല്ലോ നീ പറഞ്ഞത്. പിന്നെന്താ പെട്ടെന്ന്? അല്ല, എൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ആയി. പക്ഷേ രേഷ്മയ്ക്ക് കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം. അതെഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അവളുടെ ഒപ്പം നിൽക്കേണ്ടി വന്നു. ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അപ്പോൾ പിന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ.
അതാ ലേറ്റ് ആയത്. എന്തോ നന്ദിനി അമ്മയ്ക്ക് അത്ര സൂചിച്ചൊന്നും ഇല്ല കേട്ടോ. അതെ അമ്മേ, എന്താണെന്നറിയില്ല കേട്ടോ, നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ താമേ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഒന്നിയും തള്ളിയും പെരയ്ക്കകത്തേക്ക് കയറി പോവാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. ആകെ പേടിച്ച് ഒരു മരവിച്ച അവസ്ഥയിൽ ഗൗരി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മണിമുത്തശ്ശി ആശ്വാസമായിട്ട് തലോടി തൂത്തൊക്കെ ഇങ്ങനെ മണിമുത്തശ്ശിയും അടുത്തിരിപ്പുണ്ട്. ഈ സമയത്താണ് നമ്മുടെ രാധാമണിയും കമലയും ശേഖരനോട് കയറി വരുന്നത്. രാധാമണിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ വേഗം പട വെട്ടി വിജയിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേണ്ട കയറി വന്നോണ്ടേ ഗൗരി ഇതേണ്ട അങ്ങോട്ടേക്ക് ചെന്നു. ഞങ്ങൾ തിരിച്ചു വരുമെന്ന് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേടി എന്ന് ചോദിച്ചു. ഞാനും എൻ്റെ മകനും ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുമെന്നും നിനക്ക് ഈ ചാരങ്ങാട്ടി വീട്ടിലെ മഹാറാണിയായിട്ട് വാഴാമെന്നും നീ കരുതി അല്ലേ ഗൗരി? അമ്മേ, സത്യത്തിനൊപ്പം ഞാൻ നിന്നത്. പിന്നെ അത് മറ്റാരെയും ദ്രോഹിക്കാനായിരുന്നില്ല, പക്ഷെ തിരുത്താനായിട്ട് തന്നെയായിരുന്നു. ഈ കുടുംബത്തിൻ്റെ നന്മ കരുതി തന്നെയാണ് ഞാനത് ചെയ്തത്. ഓ, കുടുംബത്തിൻ്റെ നന്മയ്ക്കാണോ നീ ചെയ്തത്? കൊള്ളാം, സൂപ്പർ. അല്ല പ്രൊഫസറുടെ മോളെ, എന്നെ തിരുത്താൻ നീ ആരാ? പറയടി, നീ എന്താ മിണ്ടാ നിൽക്കുന്നത്? ഈ ചാരങ്ങാട്ടെ രാധാമണി തങ്കച്ചീനെ തിരുത്താൻ മാത്രം എൻ്റെ പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മകൾ വളർന്നിട്ടില്ല. അത് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. എന്താ? അതെ, ഞാനിന്ന് ബോധ്യപ്പെടുത്താൻ തന്നെയാണ് വന്നത്. അമ്മേ, നല്ലതിനായാലും ചീത്തയ്ക്കായാലും കാര്യങ്ങളെല്ലാം അവസാനിച്ച് കഴിഞ്ഞു. ഇതിവിടം കൊണ്ട് തീരണം. ഇനിയും അമ്മയായിട്ട് ഇനി ഒന്നും തുടങ്ങി വെക്കരുത്. നീ മിണ്ടിപ്പോവരുത്. അവസാനിച്ചെന്നോ? എന്തവസാനിച്ചു എന്നാ നീ പറയണത്? ഒന്നും അവസാനിച്ചിട്ടില്ല. ദേ, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയാണ് കാണാൻ പോകുന്ന പൂരം. നീ എന്താ കരുതിയത്? നിന്നോട് ഞാൻ ക്ഷമിക്കുമെന്നാണോ നീ കരുതിയത്? ജീവിതത്തിൽ ഇന്നേ വരെ ആരോടും എന്നോട് ചെയ്യാത്തത്ര അത്രയും വലിയ ക്രൂരതയാ നീ എന്നോട് ചെയ്തത്. അതിന് നിന്നോട് ക്ഷമിക്കാനായിട്ട് ഈ രാധാമണി തങ്കച്ചി രണ്ടാമതിനി ഒന്ന് ജനിക്കേണ്ടി വരും. മനസ്സിലായോ നിനക്ക്? എന്നോട് ചെയ്തത് മറക്കില്ല ഞാൻ എന്ന് പറഞ്ഞു. നിന്റെ തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കുക തന്നെ ഞാൻ ചെയ്യും. അപ്പോൾ അപ്പുറത്തെ ജോലിക്കാരി അവിടെ നിൽപ്പുണ്ട് കേട്ടോ, ഇതെല്ലാം കണ്ടുകൊണ്ട്. അപ്പോൾ രാധ നേരെ നോക്കണം. ഈ രാധാമണി തങ്കച്ചിക്ക് മുന്നിൽ പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മകൾ ഒന്നുമല്ല എന്ന് ഇന്ന് ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തി തന്നിരിക്കും ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത്, നീ പോയി ഒരു വലിയ പാത്രവും അതിൽ കുറച്ച് വെള്ളവും കൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വാ. ഇപ്പം കൊണ്ടുവരാം കൊച്ചമ്മേ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോയി. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ശങ്കർ അകത്തേക്ക് കയറി വരുന്നത്. ശേഖരൻ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുക. ഹായ്, ഇതിപ്പോൾ എന്തിട്ടാ ഇവിടെ സംഭവം എന്ന് ചോദിച്ചുകൊണ്ടാണ് ശങ്കറിൻ്റെ വരവ്. അപ്പോൾ ശങ്കർ ആ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്താ ഇവിടെ പ്രശ്നം? എല്ലാം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ എന്താ ഇവിടെ ഒരു ചർച്ച? ഗൗരി, എന്താ പുതിയ പ്രശ്നം? ആഹാ, വന്നല്ലോ ഭാര്യയും താങ്ങി നടക്കുന്നവൻ. എടാ, നിന്റെ ഭാര്യയ്ക്കുണ്ടല്ലോ ചാരങ്ങാട്ട് വീട്ടിലെ നിയമങ്ങൾ ഒന്നും അറിയില്ല. അതൊക്കെ അമ്മ അവക്കൊന്ന് പഠിപ്പിച്ച് കൊടുക്കാൻ പോവാ മോനെ. എന്താമ്മേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നിർത്തിട്ടോ. ഇനി എല്ലാവരും ഒരുമിച്ച് ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഇവിടെ കഴിയണം. ഇനി എന്തിനാ ശത്രുതയും വഴക്കും? എടാ, നീ നിന്റെ ഭാര്യയുടെ അടിമയാ, അതെനിക്ക് നന്നായി അറിയാം. നിനക്ക് നിന്റെ അമ്മയുടെ വില നിനക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അത് മനസ്സിലാക്കി തരാം. ഇവള് കാരണം നഷ്ടപ്പെട്ടത് എൻ്റെ അഭിമാനമാണ്, അറിയോ നിനക്ക്? ഈ ചോരങ്ങാട്ട് രാധാമണിയുടെ അഭിമാനം. അതൊരിക്കലും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. നിൻ്റെ അമ്മയോട് നിനക്ക് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നു എങ്കിൽ എനിക്ക് വേണ്ടി ഇവളോട് കണക്ക് ചോദിക്കായിരുന്നു. വെറും പെൺകോന്തനായ നീ അത് ചെയ്യാൻ പറ്റില്ല. എൻ്റെ പൊന്നമ്മേ, നമ്മുടെ വീട്ടിൽ ഇതേ ഹാളിലിരുന്ന് കുറച്ചു മുന്നേ അമ്മ കരഞ്ഞ കരച്ചിൽ അമ്മ മറന്നു പോവരുത് കേട്ടോ. അമ്മേ, ന്യായത്തിൻ്റെ പക്ഷത്താണ് ശരിക്കും നിൽക്കേണ്ടത് എങ്കിൽ അത് ഗൗരിയുടെ പക്ഷത്ത് തന്നെയാണ് നിൽക്കേണ്ടത് എന്ന് ശങ്കരങ്ങ് പറഞ്ഞു. അപ്പോഴേക്ക് രാധാമണിക്ക് അത് ഒട്ടും സുഖിച്ചില്ല. അപ്പോൾ രാധാമണി, അതേടാ, ശരിയാ, ഒന്നും ഞാൻ മറക്കില്ല ഞാൻ. എൻ്റെ കണ്ണിൽ നിന്ന് വീണ ഓരോ കണ്ണുനീരിനും കണക്ക് ഞാൻ ഇവളെ കൊണ്ട് പറയിപ്പിക്കും. അമ്മ എന്തോ വിപ്ലവം നടത്താൻ പോവല്ലേ? എന്നാ അമ്മ കേട്ടോട്ടോ, ഒരു കാര്യം കൂടി ഈ ശങ്കര പറഞ്ഞേക്കാം. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് എൻ്റെ മോൻ കണ്ടോ? കാണാൻ പോകുന്ന പൂരം എന്തിനാ മോനെ പറയണത്? കണ്ടാ പോരെ. അപ്പോൾ ഇവർ ഈ വെള്ളം കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. ഇതെന്തുട്ടാ സംഭവം?
പാത്രവും വെള്ളമൊക്കെ ആയിട്ടുണ്ടല്ലോ. എന്താ കഞ്ഞി ഉണ്ടാക്കാൻ പോകണമ്മ? ആ പാത്രവും വെള്ളവും ദേണ്ട അങ്ങോട്ടേക്ക് വെക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അപ്പുറത്തേക്ക് മാറ്റി കൊണ്ടുവയ്ക്കുകയാണ്. അമ്മ എന്തൊട്ട് ഇവിടെ കാണിക്കാൻ പോണത്? ഒന്നും തുടങ്ങിയിട്ടില്ല മോനെ, തുടങ്ങാൻ പോണതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കണ്ണ് നിറച്ച് കണ്ടോ ശങ്കറെ? ഈ കമലയുടെ നിപ്പ് കണ്ടാൽ ശരിക്കും ഒരൊറ്റ അടി കൊടുക്കാൻ തോന്നും കേട്ടോ. കമല ഒറ്റയെടുത്ത് കാരണമാണ് ഇപ്പം ഇത് ഗൗരിക്ക് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. കമല വളരെ പാവത്തെ പോലെ ഇത്രയും പഞ്ചഭാവമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ദേഷ്യം വരുന്നുണ്ട്. ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മ എന്താ ചെയ്യാൻ പോണെങ്കിലും അത് അമ്മയ്ക്ക് ഒട്ടും നല്ലതിനല്ല കേട്ടോ. ഇവിടെ ഈ വീട്ടിൽ ആര് വേണം, ഞാനോ അതോ ഇവളോ? നീ തന്നെ തീരുമാനിക്കും ശങ്കർ എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഗൗരി ഇങ്ങനെ നിസ്സഹായതയോടെ ശങ്കറിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി, എന്നിട്ടൊന്നും പ്രതികരിച്ചതേ ഇല്ല കേട്ടോ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.